നിനക്കറിയോ പാണ്ഡുസൂനു ആരാണ്? അറിയാണ്ട് അവിടെ വന്നിരിക്കുന്നത്. നിന്നോട് ആരാ അവിടെ ഇരിക്കാൻ പറഞ്ഞത്? പാണ്ഡുസൂനു അറിയില്ല? കേട്ടില്ലേ? പാണ്ഡുസൂനു എന്ന് പറഞ്ഞാൽ പാണ്ഡുവിന്റെ പുത്രൻ. ആരാ പാണ്ഡുവിന്റെ പുത്രൻ? അതും അറിയില്ലേ? എന്നാ താൻ പറയൂ. കുഴപ്പമില്ല. ഞാൻ കരുതിയതോ അറിയാണ്ട് നിൽക്കണതോ. ഒന്നും അറിയാം, കുഴപ്പമില്ല. സാധാരണഗതിയെങ്കിൽ ഇതുപോലുള്ളതിനോടൊന്നും ചോദിച്ചാൽ ഒന്നും അറിയില്ല. എന്താ അത്? ഈ ഉണ്ണി മാങ്ങ പീക്കിരി മാങ്ങ, അത് ഇത്തിരി മൂത്ത മാങ്ങ, അത് കാരണം അറിയാം അല്ലെ? ഈ പരുവത്തിലുള്ളതൊക്കെയാ മുമ്പിലുള്ളത്. ഇത്യാദി കാര്യങ്ങളൊന്നും അറിവ് പറഞ്ഞു കൊടുക്കാൻ ആളില്ല അല്ലേ? പണ്ട് കാലത്ത് മുത്തശ്ശന്മാരും കുട്ടികളെയൊക്കെ അടുത്ത് വിളിച്ചിരുത്തും. എല്ലാരും മുത്തശ്ശൻ ഉണ്ടോ വീട്ടില്? ഇല്ലേ? എവിടെയാ? അവിടെ എന്ന് പറഞ്ഞ വൃദ്ധസദനത്തിലാ. ആവശ്യമില്ലാത്ത സാധനം പറഞ്ഞ അച്ഛനും അമ്മ അവിടെ കൊണ്ട് തള്ളിയേക്ക. അങ്ങനെ തീർത്ത് തള്ളിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതേ ഇരിക്കുന്നു 3-4 മുത്തച്ഛനുണ്ട്, കുഴപ്പമില്ല. എപ്പോഴാ സമാധി പണിയണമെന്ന് അറിയില്ലാത്തത്. ഇപ്പം അങ്ങനെയാ. പ്രായം കൂടി വരുമ്പോൾ ചിലപ്പോൾ മക്കളും അതൊക്കെ പഠിച്ചിട്ട് ഇപ്പം എന്താണോ കാര്യമുള്ളത്? പുരാണം കഥയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പുരാണമൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വെറുതെ എല്ലാ ജന്തുക്കളും നന്നാവാത്തതേ. ഒറ്റെണ്ണത്തിന് അറിയില്ല അതൊക്കെ പഠിച്ചാൽ എന്താ ഗുണം. നല്ല വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ പഠിച്ചാൽ എന്താ ഗുണം എന്നറിയില്ല. പറഞ്ഞു കൊടുക്കാനുള്ള ആളില്ല. എന്നാ പറയും എന്താ ഗുണം? അറിവ് കിട്ടും. എന്താ അറിവ് കിട്ടുന്നത്? ഭയങ്കര അറിവാ. അതൊന്നല്ല ഗുണം. അറിവ് കിട്ടുന്നുള്ളത് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിലുള്ള ഗുണം എന്താ? ഈ പുരാണങ്ങള്, ഉപനിഷത്തുക്കള്, വേദങ്ങള്, ഇതിഹാസങ്ങള് ഇതെല്ലാം പഠിച്ചാൽ എന്താ ഗുണം? കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിക്കണം. എന്താ ഗുണം? ധർമാധർമ്മ വേർതിരിവുണ്ടാവും എന്ന് വേണം പഠിപ്പിക്കാൻ. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്നുള്ള സർവ മനുഷ്യരുടെയും ഉള്ളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാര് പുരാണങ്ങള്, ഉപനിഷത്തുക്കള്, വേദങ്ങള്, ഇതിഹാസങ്ങള് ഇതൊക്കെ തന്നിട്ടുള്ളത്. ഇതാണ് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. അല്ലാണ്ട് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അറിവ് കിട്ടും. നാളെ ഒരു നൂലിറങ്ങി വരും സ്വർഗത്തിൽ നിന്ന്. എന്നിട്ട് മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ ചെന്നാൽ 72 സുന്ദരിമാര് കാത്തിരിക്കുന്നുണ്ട്. ഇല്ലേ? മദ്യപ്പോഴെങ്ങനെ ഒഴുകുണ്ട്. ഇങ്ങനെയൊന്നല്ല പഠിപ്പിക്കേണ്ടത്. യഥാർത്ഥ ജ്ഞാനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് യഥാർത്ഥ ജ്ഞാനാണ്. പുരാണം, ഉപനിഷത്ത്, വേദങ്ങള്, ഇതിഹാസങ്ങള് ഇതൊക്കെ പഠിച്ചാൽ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള തിരിച്ചറിവ് സർവ മനുഷ്യരുടെ ഉള്ളിലുണ്ടാവും. പിന്നെ അധർമ്മം ചെയ്യാൻ തോന്നില്ല. മനസ്സിലാവുണ്ടോ? പറഞ്ഞോളൂ. പാണ്ഡുസൂനു ആരാണെന്ന് ഇത്രയും പറഞ്ഞത് വെറുതെ. പാണ്ഡുസൂനു വെച്ചാൽ കൗന്ദേയൻ, കുന്തിപുത്രൻ. എന്താ കുന്തി എന്ന് പറഞ്ഞപ്പോ നീ ഒരു ചിരിയിരിക്കണത്? ഇപ്പൊ വന്ന് കുന്തി എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ചില മ്ലേച്ഛന്മാര്. അല്ലേ? അല്ല, നീ കുന്തി എന്ന് പറയണേനും വിളിക്കണേനൊന്നും കുഴപ്പമില്ല. വേണ്ടാത്തടത്ത് നോക്കി വിളിക്കാണ്ടിരുന്നാൽ മതി, കുഴപ്പമില്ല. ഈ കുന്തിപുത്രനായിട്ടുള്ള അർജുനൻ, മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനൻ അറിയില്ലേ? വിജയനെ പറ്റി കേൾക്കാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ കടക്കു പുറത്ത്. വിജയനെ പറ്റി അറിയാത്ത ആൾക്കാരൊന്നും വേണ്ട അവിടെ. വിജയനും ഭഗവാനും തമ്മിലാണ് യുദ്ധം, സമരം. സമരം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള സമരമല്ല. സമരം, സമാനമായിട്ടുള്ള സമരം. ഈ സമരം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതായിട്ടുള്ള സമരമൊന്നല്ല. പിന്നെയോ ഇത് യുദ്ധമാണ്. ആ യുദ്ധം കൊടുമ്പിരി കൊണ്ടിട്ടുള്ള യുദ്ധം. എന്തിനാണ് ഭഗവാനും ഭക്തനും തമ്മിൽ യുദ്ധം ഉണ്ടാവോ? ഭഗവാൻ എന്തിനാ അർജുനനോട് യുദ്ധം ചെയ്യണ്ടായത്? യുദ്ധം ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്നാണ് വെച്ചാൽ അതിനൊരു കാരണം ഉണ്ടായി. എന്താ കാരണം? പഞ്ചപാണ്ഡവന്മാര് അവിടെ വനവാസത്തിനായിട്ട് പുറപ്പെട്ടു. കള്ളച്ചൂടിന് പരാജിതന്മാരായിട്ട് വനവാസത്തിന് പുറപ്പെട്ടുള്ളൂ. അങ്ങനെ പുറപ്പെട്ട സമയത്ത് ഒരു ദിവസം അവരുടെ കാട്ടിൽ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം വ്യാസമഹർഷി ഇവരെ കാണാനായിട്ട് പുറപ്പെട്ടു. ഇങ്ങനെ വ്യാസമഹർഷി എത്തിക്കഴിഞ്ഞപ്പോ വരിക. അതെന്തിനാ അത് എടുത്തോണ്ട് വരുന്നത്? ഇവിടെ ഒന്നും ഇല്ലേ? കണ്ടില്ലേ? അവിടെ ഇരിക്കോളൂ. മഹർഷിയെ കണ്ടപ്പോ വലിയ സന്തോഷമായി. സ്വീകരിച്ചാൽ അവിടെ ഇന്നോളൂ. അങ്ങനെ ആനയിച്ച് അവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇരുത്തി മഹർഷിയെ ഇരുത്തി വേഗതയില് ചാക്യാർകൂത്ത് അവസാനിപ്പിച്ചത്. ചാക്യാർകൂത്ത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 2 വാചകങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്.
ചാക്യാർകൂത്ത് എന്ന ക്ഷേത്രകലാരൂപം ഭാരതീയന്റെ സ്വന്തം സ്വത്താണ്. ഭൂമിയിൽ ഭാരതത്തിലല്ലാതെ ലോകത്തിന്റെ ഏത് രാജ്യത്ത് ചെന്ന് നോക്കിയാലും ഇത്തരമൊരു കലാരൂപത്തെ കാണാൻ സാധിക്കില്ല. യഥാർത്ഥ ലക്ഷ്യബോധത്തിലേക്ക് മാനവരാശിയെ പിടിച്ചു നടത്താൻ കെൽപ്പുള്ള കലാരൂപമാണ് ചാക്യാർകൂത്ത്. മനുഷ്യനൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് പ്രപഞ്ചത്തിൽ ലയിച്ചു ചേരുക, ഭഗവങ്ങളിൽ ലയിച്ചു ചേരുക, അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിയാണ് മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്നുള്ളതാണ് ഭാരത സിദ്ധാന്തം. ഈ ബൃഹത്തായ ആശയಕ್ಕೆ മാനവരാശിയെ പിടിച്ചു നടത്തുന്ന കലാരൂപമാണ് ചാക്യാർകൂത്ത്. ഇന്ന് രാവിലെ നമ്മൾ പത്രമെടുത്ത് വായിക്കുമ്പോൾ ആദ്യത്തെ പേജ് തൊട്ട് അവസാനത്തെ പേജ് വരെ മറിച്ചു നോക്കിക്കോളൂ. തട്ടിപ്പ്, വെട്ടിപ്പ്, കൊള്ള, കൊല, താടനം, പീഡനം, ഇത്തരം വാർത്തകൾ മാത്രമേ, അധർമ്മം നിറഞ്ഞ വാർത്തകൾ മാത്രമേ നമുക്ക് വായിക്കാനുള്ളൂ. ശരിയോ തെറ്റോ? ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഏജിന്റെ ഒരു ആവറേജ് എടുത്താൽ 35 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരാണ് ഈ അക്രമങ്ങൾക്ക് മുഴുവൻ പിന്നിലെന്ന് തിരിച്ചറിയാം. ശരിയോ തെറ്റോ? എന്തുകൊണ്ടാണ് വളർന്നു വരുന്ന തലമുറ ഈ അക്രമത്തിന്റെ പാതയിലൂടെ പോകുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചില്ലെങ്കിൽ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള കോഴ്സ് മാത്രമാണ്. ജീവിത മൂല്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഈ ജീവിത മൂല്യത്തെക്കുറിച്ച് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് വഴിയിൽ വണ്ടി ഇടിച്ച് കിടക്കുന്ന വയോധികന്റെ കൂടെ നിന്ന് സെൽഫി എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും ചെറുപ്പക്കാര്. പക്ഷെ അയാളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള മനോഭാവം പലരും കാണിക്കാറില്ല. ഉണ്ടോ? എന്താ? ധാർമ്മിക ബോധമില്ല. ഈ ധാർമ്മിക ബോധം ഉണ്ടാവാനാണ് ആചാര്യന്മാര് പുരാണങ്ങള്, ഉപനിഷത്തുകള്, വേദങ്ങള്, ഇതിഹാസങ്ങളൊക്കെ നമുക്ക് നൽകിയത്. പക്ഷെ അതൊന്നും ഇന്ന് പ്രാവർത്തികമായിട്ട് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അറിവുള്ളവരോ വിരളമായിരിക്കുന്ന ഈ സാഹചര്യത്തില് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെ ധാർമ്മിക ബോധമുള്ളവരായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ക്ഷേത്രകല അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ കലാരൂപം നമ്മുടെ കുട്ടികളെ നിർബന്ധമായിട്ടും പഠിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ പക്ഷം. നമ്മുടെ കുട്ടികളെ സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിച്ചിട്ട് വിശേഷമൊന്നുമില്ല. ഈ ക്ലാസിക്കൽ കലാരൂപങ്ങളൊന്ന് പഠിപ്പിച്ചു നോക്കൂ. അവിടെ ധാർമ്മിക ചിന്താഗതി വർദ്ധിച്ചു വരുന്നത് അച്ഛനമ്മമാർക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും. ചാക്യാർകൂത്ത് കേവലം ഒരു കലാരൂപം മാത്രമായിട്ട് കാണരുത്, ക്ഷേത്രകല മാത്രമായിട്ട് കാണരുത്. മറിച്ച് ഈ കല ആരംഭിച്ച സമയത്ത് ഇപ്പോൾ നിങ്ങൾ കാണാം 3 തിരിയിട്ട വിളക്കാണ് കൊളുത്തിയത്. 3 തിരിയിട്ട വിളക്ക് കൊളുത്തിയിട്ടുള്ളത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ക്ഷേത്രങ്ങളിൽ കൊളുത്തി കണ്ടിട്ടുണ്ടോ? വീടുകളിൽ നമ്മൾ കൊളുത്താറുണ്ടോ? യജ്ഞങ്ങള്, യാഗങ്ങൾ നടക്കുന്ന സമയത്താണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ സങ്കല്പിച്ചുകൊണ്ട് 3 തിരിയിട്ട വിളക്ക് കൊളുത്തുക. അതുപോലെ ഒരു യജ്ഞം തന്നെയാണ് ചാക്യാർകൂത്ത്. ധാർമ്മിക ബോധമുള്ള യുവജനങ്ങളെ കണ്ടെത്തുന്നതിന്, ധാർമ്മിക ബോധം ഉള്ള മനുഷ്യരെ വളർത്തിയെടുക്കുന്നതിന്, ആധ്യാത്മിക വിത്തുകള് നർമ്മത്തിന്റെ മേമ്പൊടി ചാലിച്ച മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കുന്ന കലാരൂപമാണ് ചാക്യാർകൂത്ത്. ഇത് നാളെ വലുതായി വളർന്ന് വലിയ വടവൃക്ഷമായി മാറുന്നു എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഓരോ കൂത്തും അവതരിപ്പിക്കപ്പെടുന്നത്. ഈ ധാർമ്മിക ബോധം എന്നുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇത്തരം കലാരൂപങ്ങളോട് നിങ്ങൾ നാൾ വർദ്ധിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയോടൊപ്പം ഈ ക്ഷേത്രാങ്കണത്തിൽ ചാക്യാർകൂത്ത് അവതരിപ്പിക്കാൻ അവസരമൊരുക്കി തന്ന ഉത്സവാഘോഷ കമ്മിറ്റിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ചാക്യാർകൂത്തിലൂടെ വഴിപാടായി സമർപ്പിച്ച എല്ലാവർക്കും ഈശ്വര അനുഗ്രഹങ്ങളും ദേവിയുടെ സർവ അനുഗ്രഹങ്ങളും ആ കുടുംബത്തിന് ജഗദീശ്വരൻ സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഈ എളിയ കലാകാരൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.